സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലായിരുന്നു സതീശൻ ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. മാസപ്പടി വിവാദങ്ങളിൽ 5 പ്രധാന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം, മകൾ വീണ വിജയന്റെ കമ്പനിയെ സംബന്ധിച്ച ഏജൻസികൾ വിവരങ്ങൾ തേടിയിരുന്നു എന്ന് മുഖ്യമന്ത്രി നിയമസഭാ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാമോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. കർണാടക ഹൈക്കോടതി വിധിയിൽ CMRലും വീണ വിജയനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് 2021 ജനുവരി 29 ഈഡ് നൽകിയ വിവരത്തെ തുടർന്നാണ് ROC നോട്ടീസ് അയച്ചത് എന്ന് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2021 ED അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് 3 വർഷം ED അന്വേഷണം മൂടിവെച്ചത്? CPM BJP ധാരണ പ്രകാരമല്ലേ എക്സാലോജിക്കിന് എതിരായ ED അന്വേഷണം തടസ്സപ്പെട്ടത്? ഇടനിലക്കാരായി പ്രവർത്തിച്ച BJP നേതാക്കൾക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാവുന്നതാണ് എന്നും സതീശൻ കുത്തുന്നുണ്ട്. 2. ഇൻകം ടാക്സ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പോൾ മകളുടെ വാദം കേൾക്കാൻ തയ്യാറായില്ല എന്ന പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അത് തെറ്റാണ് എന്ന് ROC റിപ്പോർട്ട് പുറത്തു വന്നതോടെ വ്യക്തമായി. മാസപ്പടി വിഷയത്തിൽ ഏതൊക്കെ ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? 3. CMRലിന് പുറമെ വീണയുടെയും എക്സാലോജിക്കിന്റെയും അക്കൗണ്ടുകളിലേക്ക് ചാരിറ്റി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ മാസപ്പടി അയച്ചിട്ടുണ്ട് എന്ന് ROC കണ്ടെത്തിയിട്ടുണ്ട്. CMRലിനെ കൂടാതെ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിരുന്ന കമ്പനികൾ ഏതൊക്കെയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. 4. എക്സാലോജിക്കിന് മാസപ്പടി നൽകിയ സ്ഥാപനങ്ങൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടോ എന്നാണ് വ്യക്തമാക്കേണ്ടത്. 5. കരിമണൽ കമ്പനി ഉടമയുടെ ഭാര്യയുടെ സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും എക്സാലോജിക്ക് സ്വീകരിച്ച വായ്പ സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തതയില്ല എന്നും ROC വെളിപ്പെടുത്തിയിട്ടുണ്ട്. എംപവർ നൽകിയ വായ്പ മുഴുവനായി എക്സാലോജിക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ആ പണം എവിടെ പോയി എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുമോ? അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും കർണാടക ഹൈക്കോടതി വിധിയിൽ നിന്നും ഉയർന്നു വന്നതാണ് ഈ 5 ചോദ്യങ്ങളും. ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുമെന്നാണ് സതീശൻ ആവശ്യപ്പെടുന്നത്. അതിനിടെ മാസപ്പടി കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വീണ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തി എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇക്കാര്യത്തിൽ SFIO വിശദീകരണം നൽകിയിട്ടില്ല എന്നതാണ് വ്യക്തം. വീണ എത്തി എന്ന തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചെങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകർക്ക് വീണയെ കാണാനേ കഴിഞ്ഞില്ല എന്നതാണ് റിപ്പോർട്ടുകളിൽ പലതും വരുന്നത്. അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയത് എന്നാണ് സൂചന എന്നാണ് റിപ്പോർട്ട്. SFIOയ്ക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെ SFIO അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വീണയ്ക്ക് തിരിച്ചടിയായി മാറിയിരുന്നു. അന്വേഷണത്തിൽ തെറ്റില്ല എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഇതിൽ അപ്പീൽ നൽകുമെന്ന വിലയിരുത്തലുമുണ്ട്. ഇതിനിടെയാണ് വീണ ചെന്നൈയിലെ ഓഫീസിൽ എത്തിയത് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കേസ് അന്വേഷിക്കുന്ന അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകാൻ എത്തി എന്നാണ് സൂചന എന്ന് തന്നെയാണ് പലരും പറയുന്നതും. SFOയ്ക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ തീർച്ചയായും ആ ആസ്ഥാനത്ത് പോയി തന്നെ മൊഴി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ചെന്നൈയിൽ തന്നെ ഈ വീണ വിജയൻ എത്തി എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലുമില്ല. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയത് എന്നാണ് സൂചന. അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്രയെന്നും പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും ഇത് സ്ഥിരീകരിക്കുന്നില്ല എന്നതും വാസ്തവം. വീണയോ ഭർത്താവായ മുഹമ്മദ് റിയാസോ ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് യാതൊരു സ്ഥിരീകരണവും വരുന്നില്ല എന്നതും ശ്രദ്ധേയം. വീണയുടെ കമ്പനിയായ എക്സാലോജിക്, കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെ SFIO അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു സേവനവും നൽകാത്ത എക്സാലോജിക്കിന് CMRL വൻ തുക കൈമാറി എന്ന കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. CMRലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണം ഇടപാട്
കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ. അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചയാണ് തള്ളിയത്. ജനുവരി 31-ന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത്. അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്ന വാദവും കോടതി അംഗീകരിച്ചില്ല. CMRL രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് SFIയുടെ വാദം. എന്തായാലും വാദം മുറുകുകയാണ് ഒരു വശത്ത്, മറുവശത്ത് വീണ വിജയൻ ചെന്നൈയിലെത്തിയോ എന്ന ചോദ്യം മറുവശത്ത്. എന്തായാലും ഈ ഹൈക്കോടതി തന്നെ പുറത്തേക്ക് വിട്ട VD സതീശൻ ചോദിച്ച ആ 5 ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകുമോ അതോ പാടെ തള്ളിക്കളയുമോ എന്നും കണ്ടറിയാം.